Hey guys, welcome back. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ നോക്കാൻ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ രണ്ട് കാര്യങ്ങൾ, അതായത് ഒരു വെടിക്ക് രണ്ട് പക്ഷിയാണ് കേട്ടോ. സോ ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള മേക്കപ്പ് ട്യൂട്ടോറിയൽ നമ്മൾ നോക്കുന്നുണ്ട്. മാത്രമല്ല നമുക്ക് ബിഗിനേഴ്സിന് ആവശ്യമായിട്ടുള്ള മിനിമം മേക്കപ്പ് ബ്രഷസ് ഏതൊക്കെയാണെന്നും കൂടി, അതായത് രണ്ടും ഒരുമിച്ച് കാണിച്ചാൽ എങ്ങനെയായിരിക്കും, അതാണ് ഇന്നത്തെ വീഡിയോ. സോ നമുക്ക് ഒട്ടും വായിക്കാതെ സ്റ്റാർട്ട് ചെയ്യാം. സോ മേക്കപ്പ് ചെയ്യുന്നതിനേക്കാളും മുൻപായിട്ട് ഞാൻ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് സീറം അപ്ലൈ ചെയ്തിട്ടുണ്ട്, മോയ്സ്ചറൈസർ, ലിപ് ബാം കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ മേക്കപ്പ് ബ്രഷസ് ഞാൻ ഏതാ യൂസ് ചെയ്യാൻ പോകുന്നത്. സപ്പോസ് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട്, അതായത് നമുക്ക് ഓരോന്ന് തപ്പിപ്പിടിച്ച് വാങ്ങിക്കുന്നതിനേക്കാളും ഒരു ബോക്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതായിരിക്കുമല്ലോ ബെറ്റർ. അതിലെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് അതായിരിക്കുമല്ലോ ബെറ്റർ. സോ ഞാനിന്ന് യൂസ് ചെയ്യാൻ പോകുന്നത് ഗുബ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രാൻഡിൻ്റെ ബ്രഷസ് ആണ് കേട്ടോ. സോ ബേസിക്കലി എല്ലാ ബ്രഷസും ഉണ്ട്. ഇതിൻ്റെ ഓരോന്നിൻ്റെ യൂസസും ഞാൻ വഴിയെ പറഞ്ഞിരുന്നതായിരിക്കും നമ്മുടെ മേക്കപ്പ് ലുക്ക് തുടങ്ങും, അതായത് നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോഴേലും. സോ ഫസ്റ്റ് തിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പ്രൈമർ എന്ന് വെച്ചാൽ കേട്ടോ. അതായത് നമ്മുടെ ലാക്മേ അബ്സല്യൂട്ട് പ്രൈമറാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന മേക്കപ്പ് ഒരു ക്ലീൻ ക്യാൻവാസ്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന സാധനം സ്മൂത്ത് ആയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും കുറച്ചും കൂടെ നേരം ലാസ്റ്റിംഗ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു പ്രൈമർ ഹെൽപ്പ് ചെയ്യും കേട്ടോ. സോ ബേസിക്കലി ഫസ്റ്റ് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. മെയിനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ് കേട്ടോ. കാര്യം കൂടുതലായിട്ടുള്ള ആൾക്കാർക്കും നമുക്ക് പെട്ടെന്ന് വേർക്കുന്നതും മേക്കപ്പ് പോകാൻ സാധ്യതയുള്ള ഏരിയ ആണ്. സോ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. സോ നെക്സ്റ്റ് നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. സോ എൻ്റെ ഷെയ്ഡ് 330 ആണ് കേട്ടോ. ഒരു 330 ടോഫി ആണെന്ന് തോന്നുന്നു ഈ ഒരു ഷെയ്ഡ് വരുന്നത്. സോ എനിവേസ് ഞാൻ ഒരുപാട് ഫൗണ്ടേഷനും കാര്യങ്ങളും എടുക്കുന്നില്ല, കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. കാര്യം ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. സോ ഫൗണ്ടേഷൻ ബ്രഷ് എന്ന് പറയുന്നത് ഇതാണ്. സോ ബേസിക്കലി നമുക്കിതിങ്ങനെ കയ്യിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രഷ്. സോ സപ്പോസ് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാം. അതായത് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് പോവാം. ഞാനിപ്പോൾ എന്തായാലും ഇതുപോലൊരു സ്പഞ്ച് വെച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ബ്ലെൻഡറിൽ ഡയറക്റ്റായിട്ട് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഫൗണ്ടേഷൻ ബ്ലെൻഡർ തന്നെ ഏകദേശം കുടിച്ച് തീർക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കേട്ടോ. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ബേസിക്കലി ഫൗണ്ടേഷൻ അപ്ലിക്കേഷൻ അടിപൊളിയായിട്ട് പൂർത്തിയായിട്ടുണ്ട്. സോ ഞാൻ ഒരുപാട് ഹെവി ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ കൺസീലർ അപ്ലൈ ചെയ്യുന്നില്ല. സപ്പോസ് കൺസീലർ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു ബ്രഷ്, അതായത് 2-in-1 പേർപ്പസ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബ്രഷാണ്. നമുക്ക് ഐ ഷേഡ് അപ്ലൈ ചെയ്യാം. അതായത് ഗ്ലിറ്ററി ഷെയ്ഡ്സ് ഒക്കെ ആണെങ്കിൽ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ എടുത്ത് വയ്ക്കാം. അതില്ല എങ്കിൽ നമുക്കിപ്പം കണ്ണിൻ്റെ അടിയിൽ കൺസീലറൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് പോകാം. അതായത് ഈ ഒരു ഫ്ലാറ്റ് ബ്രഷാണ്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ ഇത് നമുക്ക് രണ്ടാണ്, ഞാൻ പറഞ്ഞ പോലെ രണ്ടാണ് പേർപ്പസ്. ഞാൻ എന്തായാലും ഐ ഷാഡോ ഉപയോഗിക്കും ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഇപ്പോൾ തൽക്കാലം ഫൗണ്ടേഷൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ, കൺസീലർ ഉപയോഗിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അപ്ലൈ ചെയ്യാൻ പോണ കോമ്പാക്ട് പൗഡറാണ് കേട്ടോ. മൈഗ്ലാമിൻ്റെ കെ പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സീരീസിൽ വരുന്നൊരു കോമ്പാക്ട് പൗഡറാണ്. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഫ്രഞ്ച് വാനിലയാണ് കേട്ടോ. സോ അടിപൊളി സ്മെല്ലാണ്. ഈ ഒരു പൗഡർ ബ്രഷാണ് ഉപയോഗിക്കാൻ പോണ കോമ്പാക്ട് പൗഡർ എടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ എടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ഏരിയ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. അതായത് കണ്ണിൻ്റെ അടിഭാഗം ആൻഡ് നമുക്ക് പോസൊക്കെ ഉള്ള ഭാഗത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടെ കവറേജ് കിട്ടാൻ വേണ്ടി കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം. എന്നിരുന്നാലും നമുക്ക് ഈ ഒരു അപ്ലൈ ചെയ്ത കാര്യം വേർക്കുമ്പോഴേലും പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റിംഗ് പൗഡർ അല്ലെങ്കിൽ കോമ്പാക്ട് പൗഡർ എന്നുള്ള രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. സോ ആ ഒരു രീതിയിൽ ഞാൻ കുറച്ച് കോമ്പാക്ട് പൗഡർ എടുത്തിട്ട് കണ്ണിൻ്റെ അടിയിലും അതേപോലെ തന്നെ ഫുൾ ഫേസും അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഫൗണ്ടേഷൻ കോമ്പാക്ട് പൗഡർ ഇത് രണ്ടും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അടുത്ത എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് അപ്ലൈ ചെയ്യാൻ പോണത്. ബ്ലഷാണ് കേട്ടോ. സോ ഷുഗറിൻ്റെ ഒരു പ്രോഡക്റ്റാണത്. നല്ലൊരു ഷെയ്ഡാണ്. ഒരു ഡാർക്ക് പിങ്ക് അല്ല, പീച്ച് അല്ല, ആ ഒരു ബേസിൽ വരുന്ന നല്ലൊരു ഷെയ്ഡാണ്. ഷെയ്ഡ് പറയുകയാണെങ്കിൽ ഞാൻ മെൻഷൻ ചെയ്യാം. കോറൽ ക്ലൈമാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കാൻ പോണ ബ്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ട്, അതായത് ഒരു ചെറിയൊരു കട്ടിംഗ് ഒക്കെ കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുവാണെങ്കിൽ നമ്മൾ പൗഡർ ബ്രഷൊക്കെ പറയുകയാണെങ്കിൽ ഫുൾ ഒരേ രീതിയിലാണ് ഇരിക്കുന്നത്. പക്ഷേങ്കിൽ നമ്മുടെ ഈ ഒരു ബ്ലഷിൻ്റെ ബ്രഷ് വരുമ്പോഴേ നമുക്കിങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ സ്മൂത്തായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. കുറച്ച് ഭാഗം കയറിയിരിക്കുകയാണ്, കുറച്ച് ഭാഗം കുറച്ചും കൂടെ മുന്നോട്ടേക്ക് നിൽക്കുകയാണ്. സോ അപ്ലൈ ചെയ്യുമ്പോഴേലും നമുക്ക് സ്മൂത്തായിട്ട് ഗ്ലൈഡ് ചെയ്തിട്ട് നമ്മുടെ ബ്ലഷ് ആ ഒരു കറക്റ്റ് പൊസിഷനിൽ വന്നിരിക്കും. സോ എനിവേസ് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യാൻ പോകണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ കോറൽ ക്ലൈമാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ആൻഡ് കുറച്ച് എമൗണ്ട് എടുക്കുക. കുറച്ച് എക്സസ് ആണെന്ന് തോന്നിയിട്ടുണ്ട് ഇങ്ങനെ തട്ടിക്കളയാം. സോ ഇങ്ങനെ ടാപ്പിംഗ് മോഷനിൽ അപ്ലൈ ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്ഥലത്തും പ്രോഡക്റ്റ് അധികമായിട്ട് വരത്തില്ല. സോ ഇനി നമ്മൾ ഡയറക്റ്റായിട്ട് കണ്ണിൻ്റെ മീതാണ് പോകാൻ പോകണം. ഫസ്റ്റ് തന്നെ നമുക്ക് ഐബ്രോസ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഐബ്രോസിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന ഇതുപോലുള്ള സ്പൂളിയാണ്. ആൻഡ് ബേസിക്കലി നമുക്ക് ഐബ്രോ പെൻസിലൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ മിക്കവാറും കിട്ടാറുണ്ട്. അങ്ങനെ ഇല്ല എങ്കിൽ ഇതുപോലെ ഒരെണ്ണം വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ
ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. ഇത് നമുക്ക് മസ്കാര കോംബ്, അതായത് നമ്മുടെ ഐലാഷസ് കോംബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, അല്ലാതെ ഐബ്രോസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. സോ ഞാൻ എന്തായാലും ഐബ്രോസ് ഒരുപാടൊന്നും ഫില്ല് ചെയ്യാനേ പോകുന്നില്ല. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി തിക്കാണ്. ഞാൻ ഐബ്രോസ് ത്രെഡ് ചെയ്തിട്ട് ഒരുപാട് നാളായി. അതുകൊണ്ട് തന്നെ ഞാനിപ്പം എഴുതുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മീശ മാധവനിലെ പിള്ളേച്ചൻ്റെ പിരികം പോലെ ഇരിക്കും. അതുകൊണ്ട് ഞാൻ എഴുതാൻ പോണില്ല. ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്തിട്ട് സെറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. സപ്പോസ് നല്ലൊരു ഐബ്രോ പെൻസിലൊക്കെ വേണമെങ്കിൽ 69 റുപ്പീസിന് ലാക്മേഡൊക്കെ ഉണ്ട്. അതായത് നമുക്ക് ബിഗിനറിന് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന നല്ല രീതിയിൽ കവറേജ് തരുന്ന ഒരു ഐബ്രോ പെൻസിലാണ്. സോ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു എന്താ പറയുക, ഐബ്രോസ് ഇല്ല എനിക്ക് അവിടെ ഈ ഒരു ഏരിയയിൽ. അത് നമ്മൾ കുഞ്ഞിതിൽ എവിടെയോ പോയപ്പം ആക്സിഡൻ്റ് ആയപ്പോൾ ഇല്ലാണ്ടായപ്പോഴാണ്. പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തത്. സോ അവിടെ വേണമെങ്കിൽ ഞാൻ ഫില്ല് ചെയ്യാറുണ്ട് ചില സമയം. ഇപ്പം എന്തായാലും ഞാൻ ഫില്ല് ചെയ്യുന്നില്ല. എന്തായാലും രാത്രി ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് 9-10 മണിക്കാണ്. പിന്നെ ഞാൻ ഇത് ഫില്ല് ചെയ്തിട്ട് എന്തിനാണ്. എനിവേസ് ജസ്റ്റ് ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചിരുന്നു എന്നുള്ള രീതിയിൽ ഐബ്രോസ് ഞാൻ ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഐ മേക്കപ്പാണ് ചെയ്യാൻ പോണത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 ബ്രഷ് ഈ ഒരു ബോക്സിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ബ്രഷ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഒരു ഫ്ലഫി ആയിട്ടുള്ള ഒരു ബ്രഷാണ്. നമുക്ക് അപ്ലൈ ചെയ്തിട്ട് എളുപ്പത്തിൽ ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബ്രഷാണ്. ആൻഡ് സെക്കൻഡ് ബ്രഷ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കൺസീലർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. ഇല്ല ഐ ഷാഡോയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഗ്ലിറ്ററി പാർട്ടിക്കിൾസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടും എടുക്കാം. സോ ഞാനിപ്പോൾ ഒരു മിനിമൽ ആയിട്ടുള്ള ഒരു ഐ മേക്കപ്പ് കാണിച്ചു തരുവാണെങ്കിൽ ഞാനൊരു കുട്ടി, അതായത് SFR കളർ പാലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പാലറ്റിന്ന് ഞാനൊരു ഷെയ്ഡ് ചൂസ് ചെയ്യാൻ പോണത് വന്നിട്ട് വൈഡ് കവർ എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് ഈ ഒരു കളറാണ് ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ വേണമെങ്കിൽ ഞാൻ ഗ്ലിറ്ററി ഷെയ്ഡും കൂടെ അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം, ജസ്റ്റ് ഇൻ കേസ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എങ്കിൽ. സോ ഞാൻ എൻഡ്സിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. എൻസിൽ കുറച്ചും കൂടെ അധികമായി കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അതേ സ്ഥാനത്ത് നമ്മൾ ഇന്നർ കോർണർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഡാർക്ക് ആയിട്ട് എൻഡിൽ വരുമ്പോഴേലും അത് ലൈറ്റർ ആയിപ്പോൾ അതിലും ബെറ്റർ നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഉള്ളിലോട്ടേക്ക് കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ. സോ സെയിം ഷെയ്ഡ് തന്നെ ഞാൻ ഈ ഒരു ചെറു വിരലെല്ലാം എടുത്തിട്ട് കുറച്ചൊന്ന് കണ്ണിൻ്റെ അടിയിൽ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഓൾ സെറ്റ്. ഇനി സപ്പോസ് നമ്മൾ ഗ്ലിറ്ററി ഷെയ്ഡും കൂടെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഞാൻ കാണിച്ചുതരാം. ഞാൻ ലൈറ്റർ ആയിട്ടുള്ളൊരു ഗോൾഡൻ ഷെയ്ഡ്, ഫോക്കസ് ആവുന്നില്ലല്ലോ, ഈ ഒരു ഷെയ്ഡ് നമ്മൾ ഇതുപോലെ ഈ ഒരു ബ്രഷിലെടുത്തിട്ട് ഇന്നർ കോർണറിൽ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ചുമ്മാ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മാത്രം മതിയാവും. പെട്ടെന്ന് അവിടെ പ്ലേസ് ആയിട്ട് ഇരുന്നോളും. സോ ഇനി നമ്മൾ അപ്ലൈ ചെയ്യാൻ പോണ മസ്കാരയാണ് മൈഗ്ലാമിൻ്റെ മസ്കാരയാണ് കേട്ടോ. സോ എടുത്തിട്ട് കുറച്ചെടുക്കുക. ആൻഡ് ദെൻ അപ്ലൈ. നമ്മുടെ ഐ മേക്കപ്പിലെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ഈ ഒരു ഐലൈൻ അപ്ലിക്കേഷനിലോട്ടേക്ക് കടക്കാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന മൈഗ്ലാം അല്ല കേട്ടോ, മെയ്ബ്ലിൻ്റെ കൊളോസൽ ബോൾഡ് ലൈനറാണ് കേട്ടോ. ആൻഡ് നമുക്ക് ചെറിയ രീതിയിൽ ഒരു കുട്ടി വിങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാം കൊളാവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ജസ്റ്റ് കണ്ണിൻ്റെ അടിയിൽ ഈ ഒരു വാട്ടർ ലൈനിലും ചെറുതായിട്ടൊന്ന് നമുക്ക് എഴുതി കൊടുക്കാം, കോർണറിൽ മാത്രം. ഇനി നമുക്കൊരു നല്ലൊരു അടിപൊളി ലിപ് ഷെയ്ഡും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മേക്കപ്പ് ലുക്ക് അവസാനിപ്പിക്കാം. അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ് ഷെയ്ഡാണ് വിൻറ്റേജ് പിങ്ക്, അതായത് ലാക്മേൻ്റെ വിൻറ്റേജ് പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഞാൻ കുറച്ച് കയ്യിലെടുത്തിട്ടുണ്ട്. സോ അത് നമുക്ക് ഈ ഒരു ബ്രഷ് വെച്ചിട്ട്, ലിപ് ബ്രഷാണത്, നല്ലൊരു ഡെഫിനിഷൻ കിട്ടാം നമുക്ക് ലിപ് ലൈനർ ഒന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ. സോ നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് എപ്പോഴും ഒരു ഫൈനൽ ലുക്ക് കിട്ടണമെങ്കിൽ എനിക്കൊരു പൊട്ട് വെച്ചിട്ടില്ലെങ്കിൽ ആ ഒരു ഫീൽ കിട്ടത്തില്ല. എന്തൊക്കെ മേക്കപ്പ് ചെയ്താലും എനിക്ക് അവസാനം ഒരു പൊട്ട് വയ്ക്കണം. അതുകൊണ്ട് തന്നെ ഞാനൊരു കുട്ടി പൊട്ട് വയ്ക്കുന്നുണ്ട്, സെയിം ഐലൈനർ വെച്ചിട്ട്.
സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എന്തായാലും ഈ പ്രോഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സപ്പോസ് നിങ്ങൾക്ക് ഈ ഒരു മേക്കപ്പ് ബ്രഷ് വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യാം. ആൻഡ് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ആൻഡ് ബൈ.